സെർബുകളും അൽബേനിയൻ വിഭാഗക്കാരും കൈകോർത്ത് നടക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു ഡാനിയും ദുഷാനയും പ്രണയ സ്വപ്നങ്ങൾ നെയ്തത്. കാത്തിരിക്കണം, ഞാൻ വരുമെന്ന് പറഞ്ഞു പോയ ഡാനിയെ ദുഷാന കാത്തിരുന്നത് ഒന്നും രണ്ടുമല്ല, 50 വർഷങ്ങൾ. കഥയിൽ മാത്രം സംഭവിക്കാവുന്നതെന്ന് പറഞ്ഞ് മുഖം തിരിക്കാൻ വരട്ടെ. ആൽവിൻ ജോർജ് എഴുതിയ ദുഷാന മുന്നോട്ട് വയ്ക്കുന്ന വിഷയം പ്രണയം മാത്രമല്ല, യുദ്ധവും വംശവെറിയും കുഞ്ഞുങ്ങൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളും ഗാർഹിക പീഡനങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്ന ഈ നോവലിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരുന്നേനെ എന്ന് തോന്നിപ്പോകുന്നു നമുക്ക്. ഡാനി പോയതിനു ശേഷം ഓരോ വർഷവും തന്റെ മുന്തിരിത്തോട്ടങ്ങളിലെ ഏറ്റവും മികച്ച മുന്തിരിക്കുലകളിൽ നിന്നും വീഞ്ഞുണ്ടാക്കി ദുഷാന ഡാനിയെ കാത്തിരുന്നു. ഒടുവിൽ 50 വർഷം പഴക്കമുള്ള വീഞ്ഞിന്റെ രുചിയും പഴമയും ചരിത്രവും അന്വേഷിച്ച് കുഞ്ഞിക്കണ്ണൻ മാഷ് പുറത്തു നിർത്തി മഴ കൊള്ളിച്ച ചരിത്രവും ഭൂമിശാസ്ത്രവും വെറുത്ത മൈക്കൽ റിച്ചാർഡ് എന്ന ഫുഡ് ജേർണലിസ്റ്റ് യൂറോപ്യൻ രാജ്യമായ കൊസോവയിലെത്തുന്നു. പിന്നീട് ദുഷാനയുടെ പാനപാത്രം നിറയ്ക്കാൻ മൈക്കൽ ഡാനി എന്ന വീഞ്ഞ് തേടിയിറങ്ങും. അപ്പോൾ മൈക്കലിനും എസ്തറിനും ഇടയിൽ എന്തായിരിക്കാം സംഭവിച്ചിരിക്കുക എന്ന ആകാംക്ഷ വായനക്കാരനെ പിന്നീടുള്ള പേജുകളിലേക്ക് ഉന്തിത്തള്ളിയിടുകയാണ്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ദുഷാന 2022 റൊമാൻസ് ഫിക്ഷൻ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ നോവലാണ്. പക്ഷേ സീരിയസ് റീഡേഴ്സ് ഉണ്ടാകേണ്ട അകക്കാമ്പുള്ള ഈ പുസ്തകത്തെ കാൽപ്പനികതയുടെ ലളിതസുന്ദര പ്രണയാക്ഷരങ്ങൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കയ്യിലെടുക്കരുത്. ഗാസയിൽ കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന നിസ്സഹായരുടെ നിലവിളികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ദുഷാന നിങ്ങൾ വായിച്ചു തീർക്കേണ്ടത്. കൊസോവോയുടെ ചരിത്രം ഒറ്റപ്പെട്ട ഒന്നല്ലെന്നും ഈ നൂറ്റാണ്ടിലും അതിന് തുടർച്ചയുണ്ടെന്നും ആ നിലവിളികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മതവും വംശീയതയും കപട ദേശീയതയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു രാജ്യത്തിന്റെയും അവിടുത്തെ നിസ്സഹായരായ മനുഷ്യരുടെയും കൂടി കഥയാണ് ദുഷാന.